സ്വീറ്റ്നെസ്സും ക്യൂട്ട്നെസ്സും വാരി വിതറുന്ന മഹിമ നമ്പ്യാർ, കോട്ടയം ബെൽറ്റ് സ്ലാങ് ഉപയോഗിച്ച് അഭിനയിക്കാൻ പെടാപ്പാട് വിടുന്ന ഷെയ്ൻ നിഗം. ലിറ്റിൽ ഹാർട്ട്സ്. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ആൻഡോ എബി കൂട്ടുകെട്ടിൻ്റെ ഡയറക്ഷൻ, സാൻഡ്ര തോമസിൻ്റെ പ്രൊഡക്ഷൻ, ഷെയ്ൻ നിഗമും മഹിമ നമ്പ്യാറും കൂടാതെ ബാബുരാജ്, ജാഫർ ഇടുക്കി, രഞ്ജീവ് പണിക്കർ, മാല പാർവതി, അങ്ങനെ ഒരുപാട് പ്രമുഖർ അഭിനയിക്കുന്നു. പ്രശ്നം കിടക്കുന്നത് സ്ക്രീൻ പ്ലേയിലാണ്. കഥയും തിരക്കഥയും വളരെ ലൂസാണ്, വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, ഇല്ലോജിക്കലാണ്. പെർഫോമൻസസും പറയത്തക്കതായിട്ടില്ല, പക്ഷെ അതും ഡയറക്ഷൻ്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നിയത്. 3 പ്രണയങ്ങൾ, അതാണ് മെയിൻ തീം. പല തരത്തിലുള്ള, പല ഷെയ്ഡ്സിലുള്ള, ഒരു ഷെയ്ഡ്സ് ഓഫ് ഗ്രേ വരുന്ന 1-2 പ്രണയകഥകൾ. ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം അതിനെ വീക്ഷിക്കുന്നത് ഷെയ്ഡ്സ് ഓഫ് ഗ്രേയിലൂടെ ആണ് എന്നാണ് ഈ സിനിമ കാണിക്കുന്നത്. പശ്ചാത്തലം കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ട കുറേ കാര്യങ്ങളായിട്ട് തോന്നി. എ മിക്സ് ഓഫ് എ ലോട്ട് ഓഫ് മൂവീസ് എന്ന് തോന്നി. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള കഥയും കഥാപാത്രങ്ങളും പോലെ തോന്നി. ഇതിൽ ബാബുരാജ് മാത്രം കൺവിൻസിങ് പെർഫോമറായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അതല്ലാതെ ഒരു പ്രേമകഥയും, ഈ ലവ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ 3 ലവ് സ്റ്റോറീസ് ഉള്ളതിൽ ഒരു പ്രേമകഥയോട് നമുക്ക് ഒരു കണക്ഷൻ തോന്നത്തില്ല, എനിക്ക് തോന്നിയില്ല. കാരണം 3 കഥകൾ ഇങ്ങനെ മാറി മാറി കാണിക്കുന്നു എന്നല്ലാതെ, അവരുടെ കഥകൾ മാറി മാറി കാണിക്കുന്നു എന്നല്ലാതെ ഒരു പർട്ടിക്കുലർ ലവ് സ്റ്റോറിയും ഡീപ്പായിട്ടോ ആഴത്തിലുള്ള ഒരു ഇമോഷൻ നൽകുന്ന രീതിയിലുള്ള കഥകളായിട്ട് തോന്നിയതേ ഇല്ല. വളരെ ഉപരിപ്ലവമായി, വളരെ സൂപ്പർഫിഷ്യലായി പോകുന്ന 3 കഥകളായിട്ടേ തോന്നിയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപിയുടെ പഴയ സിനിമകളിലെ ഡയലോഗ്സ് ഒക്കെ എടുത്തിടുന്ന കാണാം. എന്തിനാണോ അങ്ങനെ ഡയലോഗ്സും വളരെ വീക്കായിട്ട് തോന്നി. സ്ക്രീൻ പ്ലേ വളരെ ലൂസായിട്ട് തോന്നി, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് തോന്നി, ഇല്ലോജിക്കലായിട്ട് തോന്നി. ഇടയ്ക്ക് മാത്രം ഒരു സീനിൽ അച്ഛനും മോനുമാണ് ബാബുരാജും ഷെയ്ൻ നിഗമും. അപ്പോൾ ആ സീനിൽ മാത്രം ഇവർ ആ ഒരു പർട്ടിക്കുലർ സീനിൽ ഈ ടേബിൾ ഫാൻ ഉപയോഗിച്ചൊരു കളിയുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ഒറിജിനലായിട്ട് തോന്നി. ആ ഒരു സീൻ, അങ്ങനെ ചില 1-2 മുഹൂർത്തങ്ങൾ ഒഴിച്ചാൽ സിനിമ വളരെ ബ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അവിടേക്ക് ഒരു ഡയലോഗ് മാത്രം എനിക്ക് വളരെ ഞാൻ നോട്ടീസ് ചെയ്തു, വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ദുഃഖങ്ങൾ ഇന്നലകളെ കുറിച്ചായിരിക്കണം, നമ്മുടെ ദുഃഖങ്ങൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകരുത്, എന്നാൽ നാശമായി സംഭവിക്കുക എന്ന് ഒരു കഥാപാത്രം പറയുന്നുണ്ട്. രഞ്ജീവ് പണിക്കറിൻ്റെ ബാബുരാജൻ കഥാപാത്രം പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് തോന്നി. ബാക്കിയെല്ലാം വളരെ ഒട്ടും കെയർഫുള്ളായിട്ട് ചെയ്യാത്ത കണക്കുള്ള ഡയലോഗ്സും സ്ക്രീൻ പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇടയ്ക്ക് ചില സമയത്ത് ഇൻറ്റൻസ് ആയിട്ട് സ്ക്രീൻ പ്ലേ വരും, പിന്നെ ലൂസാവും, പിന്നെ ഇൻറ്റൻസ് ആയിട്ട് വരും, പിന്നെ ലൂസാവും. പക്ഷേ അവസാനം എടുക്കുന്തോറും വളരെ മോശമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു എൻഡിങ്, ഒട്ടും കൺവിൻസിങ് അല്ലാത്ത പെട്ടെന്നുള്ളൊരു എൻഡിങ്ങും ആയിട്ട് തോന്നി. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നുണ്ട്. ആ കഥാപാത്രം ചെയ്യുന്ന ആരും ഞാൻ പറയുന്നില്ല, സസ്പെൻസ് ആയിരുന്നോട്ടെ, വേണോ സസ്പെൻസ് ആയിട്ടാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്ന ആളും കഥാപാത്രവും അഭിനയവും പുള്ളിയുടെ ക്യാരക്ടർ ആർക്കും ഒന്നും വളരെ മ്ലേച്ഛമായിട്ട് തന്നെ തോന്നി. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഒരു പക്ഷേ അത് ഒഴിവാക്കാമായിരുന്നു, ഒരു പക്ഷേ വേറെ രീതിയിലാക്കാമായിരുന്നു, അല്ലെങ്കിൽ പാടെ ഒഴിവാക്കാമായിരുന്നു തോന്നി. അങ്ങനെ ഒരു സ്വീറ്റ് ലിറ്റിൽ ഫിലിം, ഒരു ക്യൂട്ട് ലിറ്റിൽ ഫിലിം എന്ന് പോലും പറയാൻ പറ്റത്തില്ല ഈ പടത്തിനെ കുറിച്ച്. അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനല്ല. So I'm going with 2 stars out of 5 for Little Hearts. Thanks for watching.